പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ആത്മാവിൽ ചിലതും അഴിഞ്ഞു മാറുക, ആത്മാവിൽ ചിലതിനെ ദൈവം അടിച്ചു മാറ്റുകയാണ് യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ അന്യഭാഷ പറഞ്ഞു തുടങ്ങിയാട്ടെ. അന്യഭാഷയുള്ളവർ അന്യഭാഷ പറഞ്ഞു തുടങ്ങിയാട്ടെ. ചില രോഗത്തിന്റെ പ്രതികൂലത്തെ പൊട്ടിക്കുവാൻ ഈ കൊരിന്ത് സഭയ്ക്കകത്ത് കൃപാവരം തീർന്നു പോയിട്ടില്ല. ഈ പുതിയ നിയമസഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്ന, ദൈവത്തെ വിശ്വസിക്കുന്ന ആ ദൈവത്തെ ആത്മാവിൽ ഭൂത് പറയുക. പുതിയ കൃപാവരമുണ്ട്, കൃപാവരമുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് കൃപാവരത്തിലേക്ക്, കൃപാവരത്തിലേക്ക് യേശുവിന്റെ നാമത്തിൽ ദൈവദാസന്റെ കൃപാവരം എന്തിനാ? അതെന്ന് പറയുന്നത് കൃപാവരം പൊതുജനത്തിന്റെ പ്രയോജനത്തിനാണ്. നമ്മളൊരിക്കലും കൃപാവരം ഈ അന്യഭാഷ പ്രാപിക്കുമ്പോൾ അടുത്തിരിക്കുന്ന പ്രാപിച്ചില്ലെങ്കിൽ ഇത് പകർച്ചൊരാത്മാവാണ്. ഏലിയാവെന്നത് എലീശയിലേക്ക് പകർന്നതുകൊണ്ട് അവന് കിട്ടിയത് വെറും ഒരു പുതപ്പാണെങ്കിൽ യോർദാൻ മുതൽ അതിനെ അടിച്ചു, അത് രണ്ടായി പിരിച്ചു. എന്റെ പറയാൻ പറയാം, ചിലയിടവേള അങ്ങനെയുള്ള ചില നിയോഗങ്ങൾ സ്വർഗത്തിലെ ദൈവം വച്ചു തരികയാണ്. നാളുകളായിട്ട് നിനക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല, അന്യഭാഷയിലോ കൃപാവരത്തിന് കോപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ചിലടങ്ങൾ പ്രവചിക്കുകയാണ്. രണ്ട് ആത്മീയമായ എഡിഫിക്കേഷൻ, ഇതിന്റെ കുറവുകളെ ഉണർത്തുവാൻ ഒരു പരിശുദ്ധാത്മാവിന്റെ നിയോഗം വേണം. എവിടെയൊക്കെ സ്റ്റക്കായി പോയതിന് വചനം ഇരമ്യാവിനോട് പ്രവചിക്കാൻ പറയുകയാണ്. നാളുകളായി മറ്റൊരുവന്റെ അവൻ ബാബിലോന്റെ അടിമത്തത്തിൽ നിന്ന് അവൻ ഹല്ലേലൂയ പ്രവാചകനോട് പറയുക, നീ ഇവനോട് പ്രവചിക്കുക. നിന്റെ ആദരത്തെ ഒരു ആയുധമായിട്ട് ആരോടെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുക. നിന്റെ ആദരത്തെ ഒരു ആയുധമായി തന്റെ ഭാഷ തുറന്ന് സംസാരിച്ചിട്ട് ദൈവത്തിനോട് നന്ദി പറഞ്ഞാട്ട്, ദൈവത്തോട് നന്ദി പറഞ്ഞാട്ട്. കൊരിന്ത് സഭയ്ക്കകത്തിരിക്കുന്നവനെ കണ്ടാൽ അറിയാം, അവൻ വാൾ തുറന്നാൽ അത്ഭുതങ്ങൾ നടക്കില്ല. അവൻ ആദ്യം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ രോഗികൾ സൗഖ്യമാകുകയാണ്, ഭൂതങ്ങൾ വിട്ടോടുകയാണ്. അന്യഭാഷയുടെ വ്യാഖ്യാനമുള്ളവർ ഇതിനകത്ത് ദൈവം എഴുന്നേൽപ്പിക്കും. വിശ്വസിക്കുക, ഇതൊരു ചെറിയ കൂട്ടമായാലും നീ പറയുന്ന അന്യഭാഷയ്ക്ക് ഒരു വ്യാഖ്യാനമുണ്ട്. അപ്പോൾ കൊരിന്ത് സഭയുടെ പ്രത്യേകത ഒന്ന്, അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ അതിന്റെ വ്യാഖ്യാനത്തെ അതിനെ വിവരിക്കുന്ന പലരും എന്റെ കൂടെയുണ്ട്. അപ്പോൾ അവരുടെ അഹങ്കാരം എന്ന് പറയുന്നത് അവരുടെ ശുശ്രൂഷയാണ്. എന്നാൽ എന്ത് ചെയ്തു? അവരുടെ ഇടയിൽ ഒരു ഭിന്നത വെളിപ്പെട്ടു. ഈ ഭിന്നത വെളിപ്പെട്ട സമയത്ത് എന്ത് ചെയ്ത്? കൃപാവരം വേണ്ട വിധം ഉപയോഗിക്കാൻ പറ്റില്ല. രണ്ട്, അവരുടെ ഇടയിൽ ഒരു പിണക്കം സംഭവിച്ചു. മൂന്ന്, അവരുടെ ഇടയിൽ പക്ഷപാതം ഉണ്ടായി. ഹല്ലേലൂയ. നോക്കണമേ, ഇതൊക്കെ ശുശ്രൂഷ സഭയാണ്. എന്നാ കാര്യം? ഇതിന്റെ ഇടയിൽ അവൻ ചില ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുവാനിടത്തുന്നു. നിങ്ങൾ ഞാൻ പറയാം, നിങ്ങളുടെ അന്യഭാഷകളെ നിങ്ങളുടെ പ്രവചനപരത്തിൽ ഉപയോഗിക്കാൻ കഴിയാതെ വണ്ണം എവിടെയൊക്കെ സ്റ്റക്കായതിന് ദൈവം ഒരിക്കൽ കൂടെ തട്ടി എഴുന്നേൽപ്പിക്കും. ഏലിയാവ് നല്ല രീതിയിൽ ശുശ്രൂഷ മനുഷ്യനാണ്. പക്ഷെ ഹോരോബിന്റെ പർവ്വതത്തിന്റെ ഗുഹയ്ക്കകത്ത് ഇരിക്കുന്നത്. ഈ പർവ്വതത്തിന്റെ ഗുഹയ്ക്കകത്തിരിക്കുമ്പോൾ ദൂതൻ വന്നിട്ട് പറയുക, നീ അവിടെ നിന്ന് ഇറങ്ങി പുറത്തു വാ. എന്താ കാര്യം? ഐ വാണ്ട് യുവർ പ്രസൻസ്. നിന്റെ പ്രസൻസിലേക്ക്, ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് നീ വന്നാൽ മാത്രമേ അടുത്ത ഡിസിഷനെ ദൈവം ഏർപ്പെടുത്തൂ. അടുത്ത ഡിസിഷൻ ഈ ഹോരോബിന്റെ പർവ്വതത്തിനകത്ത് ഇരുന്നാൽ എനിക്ക് നിന്നോട് സംസാരിക്കാൻ പറ്റത്തില്ല. ഈ കം ഔട്ട് ദ പ്രസൻസ് ഓഫ് ഹിം. എന്റെ സാന്നിധ്യത്തിലേക്ക്, ദൈവ സാന്നിധ്യത്തിലേക്ക്, ദൈവ സാന്നിധ്യത്തിലേക്ക് വന്നാൽ, പ്രസൻസിലേക്ക് വന്നാൽ ഞാൻ നീയുമായിട്ട് ഉടമ്പടിയുണ്ട്. എന്താ ഈ ഉടമ്പടിയുടെ പ്രത്യേകത? നീ ചെയ്യുന്ന കാര്യങ്ങൾ ഞാനിതിൽ ഒപ്പുവയ്ക്കും. ഉടമ്പടിയിലേക്ക് ഏരിയവും ഹോരോമിലെ ഒതുങ്ങി തീരാനാണ് തീരുമാനിച്ചത്. തന്റെ ബാല്യക്കാരനെ കൊണ്ട് എവിടെ ബർശേബയെ കടത്താക്കിയിട്ട് ബർശേബയെ കൊണ്ട് ഒതുക്കി വെച്ചിട്ട് പറയുക, അവൻ ഞാനിനി എവിടെ പോകുന്നത്? ഹോരോമിന്റെ പർവ്വതത്തിന്റെ അകത്ത്, അതായത് ഗുഹന്റെ അകത്ത് ആരോട് ദൈവത്തിന് അനുഭവപ്പെടുന്നു. എവിടെയൊക്കെ ഒഴിഞ്ഞ് പാർത്തിരിക്കുന്നവരോട് നീ പ്രസൻസ് എന്റെ സാന്നിധ്യത്തിലേക്ക് വന്നാൽ അതിശയകരമായത്, അത്ഭുതകരമായത്, മേൽത്തരമായത് ഇത്രമാസ്നേഹം ഉയർകൊടുത്തേനിക്കായി, ഇത്രമാസ്നേഹം ഉയർകൊടുത്തേ
എനിക്ക് തെളിവന്നോ ദോഷിയാമെന്നെയും എന്നെയും നാദാ തെളിവന്നോ ദോഷിയാമെന്നെയും എന്നെയും നാദാ പോഷിപ്പിക്കാം പത്യവചനമാം ക്ഷീരത്താലെന്നെ പോഷിപ്പിക്കാം പത്യവചനമാം ക്ഷീരത്താലെന്നെ നിർമ്മലതോയം നിത്യം കുടിപ്പിച്ച് നിർമ്മലതോയം നിത്യം കുടിപ്പിച്ച് പച്ചപ്പുൽശയിൽ കിടത്തിടുന്നോരേ പച്ചപ്പുൽശയിൽ കിടത്തിടുന്നോരേ തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, ആ ഭാഗത്ത് തന്നെ നിന്ന് സംസാരിക്കാനുള്ള ഒരു കൺവൽ എനിക്കുണ്ട്. ഇതിനകത്തിരിക്കുന്ന ഒരു ആരോഗ്യ ദൈവം സജ്ജമാക്കുകയാണ് അടുത്തൊരു തലത്തിലേക്ക്. ആമ എവിടെയൊക്കെ ആരോഗ്യ ആമഹാനിലും നിർത്തിയെടുത്ത് നോക്കണമേ. ഏലിയാവ് ഗുഹയ്ക്കകത്ത് ഒരുങ്ങി നിൽക്കുമ്പോഴും ദൈവനെ പുറത്തു കൊണ്ടുവരുമ്പോൾ ഹസായേലിനെയും എലീശയെയും ആമഹാനിൽ യേഹൂദിനെ താൻ എഴുന്നേൽപ്പിച്ചതുപോലെ നിന്റെ സാന്നിധ്യത്തെ ദൈവ ഈ നാളുകൾ തെളിയിക്കും. നീ എവിടെ നിന്നാലും, നീ യോർദാന്റെ കരയിൽ നിന്നാലും ആമഹാനിൽ യോർദാൻ നിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുന്നത് പോലെ ദൈവജനമേ നിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുന്ന ഒരു തലത്തെ ദൈവം എഴുന്നേൽപ്പിക്കും. ഒരു കൂട്ടർ ദൈവം എഴുന്നേൽപ്പിക്കും. നിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുന്ന നിങ്ങളുടെ സാന്നിധ്യത്തെ ഫീൽ ചെയ്യുന്ന പറയാം. ഹല്ലേലൂയ കുഞ്ഞാ, ഹല്ലേലൂയ. നിങ്ങൾക്കൊരു പ്രായപരിധി വന്നേക്കാം. നിങ്ങൾ ഇരിക്കുന്ന ലിമിറ്റേഷൻ ഏതാണ്ട് 80 70 വയസ്സായിരിക്കാം. പക്ഷെ ഞാൻ പറയാം, ഈ അത്യുന്ന ശക്തി നിങ്ങളുടെ മേൽ അടിച്ചാൽ ഈ പരിമിതികളെ ക്രോസ് ചെയ്യാനുള്ള, പരിമിതികളെ മുറിച്ചു കടക്കാനുള്ള ഒരു അമിതബലം നിങ്ങളുടെ മേൽ. യുദ്ധം ചെയ്യാൻ വീണ്ടും കടന്നു വന്നപ്പോൾ ശവക്കല്ലറയ്ക്കകത്ത് അമഹാനിലെ കൊന്നുകളഞ്ഞ ജനത്തെ എറിഞ്ഞപ്പോൾ ഏലീശയുടെ അസ്ഥിയിൽ ചെന്ന് തട്ടിയപ്പോൾ, ആ അസ്ഥിക്കകത്ത് ചെന്ന് തട്ടിയപ്പോൾ മറ്റവരൊരു സൈന്യമായി പറഞ്ഞതുപോലെ ഞാൻ പറയാം, ദൈവദാസന്മാര് ഒരു കാലഘട്ടം വരെ നിങ്ങൾ അറിഞ്ഞവരാ, ഈ ദൈവത്തിൽ നിന്നവരാണ്. അടുത്ത വരുന്ന തലമുറയ്ക്ക് നിന്റെ സാന്നിധ്യം വലുതാ. നിങ്ങളുടെ സാന്നിധ്യമോ ഞാൻ പറയാം, നിങ്ങൾ പലരും ഇന്ന് വീട്ടിൽ പോകുമ്പോൾ ഇതുവരെ അന്തരീക്ഷത്തെ പോലും തിരിക്കാൻ കഴിയാത്ത അന്തരീക്ഷം നിങ്ങളുടെ മുമ്പിൽ വളരെ പ്രതിസന്ധി കൊണ്ടിട്ടെങ്കിലും പരിശുദ്ധങ്ങളോട് പ്രവചിക്കാൻ പറയുക, സാഹചര്യങ്ങളെ അനുകൂലമാക്കി വെളിപ്പെടുത്താൻ പോകുക. ഹല്ലേലൂയ. നോക്കട്ടെ, അങ്ങനെ കൊരിന്ത് സഭ ഈ കൃപാവരങ്ങളെ ശുശ്രൂഷ സഭയാ കൊരിന്ത് സഭ. പക്ഷെ ഇവരുടെ ഇടയ്ക്കകത്ത് ഭിന്നത വന്നു. അങ്ങനെ സഭയ്ക്കകത്ത് വളരെ വിദ്വേഷം വന്നു. അങ്ങനെ താൻ രണ്ടാമത് ഈ കൊരിന്ത് സഭ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ വേദനിപ്പിച്ച കുറച്ച് കാര്യങ്ങൾക്കകത്ത് ഒരു ശക്തി വേണമെന്നാണ് താൻ മനസ്സിലാക്കിയിട്ട് ആ ഭാഗത്ത് എഴുതി വെക്കുക. എന്താ കാര്യം? ഒന്ന്, ഈ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത് സഭ വിസിറ്റ് ചെയ്യുമ്പോൾ തന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഹല്ലേലൂയ, നീ ഇന്നെ ഞങ്ങൾക്ക് ശുശ്രൂഷകനാക്കി വച്ചതാര്? ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് ചോദിക്കുകയാണ്, നിന്നെ ഞങ്ങളുടെ ഇടയിൽ ശുശ്രൂഷകനാക്കി വച്ചത് ആര്? സ്വന്തമായി അങ്ങനെ വേറെ ആരംഭിച്ചു ഒരു സഭയുണ്ടാക്കി ആ മനുഷ്യനോട് ചോദിക്കുന്നത് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? അതിന് പ്രാർത്ഥനയ്ക്ക് വല്ല ആവശ്യമുണ്ടോ? തന്റെ മനസ്സുടയിക്കുക. താൻ അവിടെ പറയുന്നൊരു കാര്യമാണ്, എനിക്ക് വേണ്ടത് അത്യുന്ന ശക്തിയാണ്. ഇതിനകത്ത് ഞാൻ ഒരു ഉറപ്പ് നിങ്ങൾക്ക് തരാം. ചില ഇന്നർ ഹീലിംഗുകൾ ദൈവം ചെയ്യും. അകത്തേറ്റ ചില മുറിവുകൾ, ആരുടെയൊക്കെ വാക്കിന്റെ നിമിത്തം, ആരൊക്കെ നിന്റെ